എത്രയും സ്നേഹമുള്ള വചനയാത്രക്കാർക്ക് ആണ്ടുവട്ടത്തിലെ 14-ാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വിചിന്തനങ്ങളെ ചെറിയൊരു ആമുഖം, 4 പോയിന്റുകൾ, തുടർന്ന് ഉപസംഹാരത്തോടുകൂടി ക്രമീകരിക്കുകയാണ്. ആമുഖം: വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങളെ ലൂക്ക 4-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള വചനങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ വചനഭാഗത്തിന്റെ ഉള്ളറ നമുക്ക് തുറന്നു കിട്ടുന്നത്. ഈ ആമുഖത്തോടുകൂടി നമുക്ക് ഇതിന്റെ ചിന്തകളിലേക്ക് പ്രവേശിക്കാം. ആരാണ് പ്രവാചകൻ? അതാണ് ഒന്നാമത്തെ ചിന്ത. ഹീബ്രു ബൈബിളിലെ നബി എന്ന പദത്തെ ഗ്രീക്ക് ബൈബിൾ പ്രൊഫെത്തസ് എന്ന് പരിഭാഷപ്പെടുത്തി. പ്രൊഫെത്തസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പ്രോഫറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കും പ്രവാചകൻ എന്ന മലയാളം വാക്കും വന്നിരിക്കുന്നത്. നബി എന്ന ഹീബ്രു പദത്തിന്റെ ഉത്ഭവത്തെപ്പറ്റി പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ ഐക്യം കാണുന്നില്ല. എന്നാൽ അക്കേഡിയൻ ഭാഷയിലെ നബു എന്ന ധാതുവിൽ നിന്നാണ് നബി എന്ന പദത്തിന്റെ ഉത്ഭവമെന്ന് പൊതുവെ കരുതപ്പെടുന്നു. നബു എന്ന ധാതുവിന് തിളച്ചുകൊണ്ടിരിക്കുക, പൊട്ടിപ്പുറപ്പെടുക, ശബ്ദത്തോടുകൂടി പുറത്തേക്കൊഴുകുക, സംസാരിക്കുക, വിളിക്കുക എന്നൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട്. പ്രവാചകരെ പഠിക്കുമ്പോൾ വിവിധങ്ങളായ ഈ അർത്ഥങ്ങൾ അവരിൽ പ്രതിഫലിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇത് പറയുവാൻ വേണ്ടിയാണ് ആരാണ് പ്രവാചകൻ എന്ന് അതിൻ്റെ പദത്തിൻ്റെ അർത്ഥത്തിലൂടെ നമ്മൾ കടന്നു വന്നത്. ഗ്രീക്കിലെ പ്രൊഫെത്തസ് എന്ന പദം പ്രോ എന്ന ഉപസർഗവും ഫേമി എന്ന ക്രിയാധാതുവും കൂടി ഉണ്ടായിട്ടുള്ളതാണ്. പ്രോ എന്ന പദത്തിന്റെ അർത്ഥം പകരമായി, മുമ്പേ കൂട്ടി, മുന്നിൽ നിന്ന് എന്നാണ്. ഫേമി എന്ന പദത്തിന്റെ അർത്ഥം സംസാരിക്കുക എന്നാണ്. ഇതിൽ നിന്നും പ്രവാചകൻ എന്നത് വേറൊരാൾക്ക് പകരം സംസാരിക്കുന്ന വ്യക്തി, വരാൻ പോകുന്ന കാര്യം മുൻകൂട്ടി അറിയിക്കുന്നവൻ, മറ്റുള്ളവരെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നവൻ എന്നെല്ലാം അർത്ഥങ്ങളുണ്ട്. പഴയ നിയമത്തിൽ ദൈവഹിതം ഇസ്രായേൽക്കാരെ അറിയിക്കുന്നവനാണ് പ്രവാചകൻ. പുതിയ നിയമത്തിൽ 144 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന പ്രൊഫെത്തസ് എന്ന പദം പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ സൂചിപ്പിക്കാനാണ് അധികവും ഉപയോഗിച്ച് കാണുന്നത്. പഴയ നിയമ പ്രവാചക നിരയിൽ യേശുവിനെയും ഉൾപ്പെടുത്തുന്ന ഒരു മനോഭാവമാണ് സാമാന്യ ജനങ്ങൾക്കുണ്ടായിരുന്നത്. മർക്കോസ് 6:15. യേശു തന്നെ പ്രവാചകൻ എന്നാണ് 2 പ്രാവശ്യം വിളിക്കുന്നത്. അരൂപിയിൽ നിറഞ്ഞിരിക്കുന്നവനാണ് പ്രവാചകൻ. മർക്കോസ് 3:23 മുതൽ 30 വരെ. ഇസ്രായേൽക്കാർ ദീർഘകാലം ശ്രവിക്കാത്ത പ്രവാചക ശബ്ദം അവർ യേശുവിൽ കേട്ടു തുടങ്ങി. പുതിയ നിയമ കാഴ്ചപ്പാടിൽ പ്രവാചകൻ കർത്താവിൻ്റെ ഒരു ഉപകരണമാണ്. അപ്പോൾ യേശു പറഞ്ഞതിങ്ങനെയാണ്: ഒരു പ്രവാചകനും സ്വദേശത്ത് ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന്. ഈ വചനത്തിലൂടെ യേശു ഉന്നം വെച്ച പ്രവാചക ശബ്ദം എന്താണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. പ്രവാചകൻ തുപ്പുന്നത് തീയാണ്, അവൻ ഊതിയാൽ കൊടുങ്കാറ്റുണ്ടാകുമെന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയുള്ള പ്രവാചകനെ സ്വീകരിക്കുക വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംഭവം തന്നെയാണ്. 2. യേശു അപമാനിതനാകുന്നത്. യേശു വളർന്നു വന്ന ഗലീലിയിലെ ഗ്രാമമായ നസറത്തിലാണ് അപമാനിതനായി തീരുന്നത്. ലൂക്ക 4:16, 23 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. 3. യേശു അപമാനിതനാകുന്ന സാഹചര്യം. സാബത്തിൽ സിനഗോഗിൽ പഠിപ്പിക്കാൻ ആരംഭിച്ചപ്പോൾ യേശു അപമാനിതനാകാൻ തുടങ്ങി. ജെറുസലേം ദൈവാലയം കഴിഞ്ഞാൽ 10 യഹൂദർ ഒരുമിച്ച് കൂടിയാൽ അവർക്ക് ഒരു ആരാധനാലയവും അതിൽ ആരാധനാക്രമങ്ങളും അതിൻ്റെ ശുശ്രൂഷയുമുണ്ട്. പതിവ് കാര്യങ്ങളാണ് യേശുവിൽ നിന്ന് കേൾക്കാൻ സിനഗോഗിലുള്ളവർ ആഗ്രഹിച്ചത്. എന്നാൽ യേശു പതിവ് തെറ്റിക്കുന്നവനാണ്. ലൂക്ക 4:16, 21 വചനങ്ങൾ. യേശു യേശയ്യാ 61-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വചനവും 58-ാം അധ്യായം 6-ാം വചനവും ആവശ്യാനുസരണം കൂട്ടി വായിച്ചു. ഏതാണ്ട് റോസാ ചെടി ബഡ് ചെയ്യുന്നത് പോലെയുള്ള ഒരനുഭവം. അങ്ങനെ രൂപപ്പെടുത്തിയതാണ്
ലൂക്ക 4 അധ്യായം 18 മുതൽ 19 വരെയുള്ള വചനങ്ങൾ. അതിപ്രകാരം പറയുന്നു: കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്തെന്നാൽ ദരിദ്രരെ സദ്വാർത്ത അറിയിക്കാൻ അവൻ അഭിഷേചിച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും പ്രഘോഷിക്കാനും അടിച്ചമർത്തപ്പെട്ടവരെ മോചനത്തിലേക്ക് നയിക്കാനും കർത്താവിന്റെ പ്രസാദവത്സരം പ്രഘോഷിക്കാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവരെ മോചനത്തിലേക്ക് നയിക്കാനും എന്ന ഭാഗം യേശയ്യാ 58:6 ഉള്ളതാണ്. ഇത് യേശയ്യാ 61:1 മുതൽ 2 കൂടെ ചേർത്താണ് യേശു വായിച്ചത്. നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനം എന്നത് യേശു യേശയ്യാ 61:1 മുതൽ 2 നിന്ന് വിട്ടുകളയുകയും ചെയ്തു. സിനഗോഗിലുള്ളവർ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത്, അതായത് ലൂക്ക 4:18 മുതൽ 19 വരെയുള്ള ഭാഗങ്ങൾ യേശുവിൽ ഇന്ന് ഇപ്പോൾ ഇവിടെ നിറവേറി എന്നുകൂടെ യേശു പറഞ്ഞു വെച്ചു. രമ്യതയുടെ സദ്വാർത്ത, അതായത് ദൈവവും മനുഷ്യനും പ്രപഞ്ചവും രമ്യതയിലായിരിക്കുന്ന സദ്വാർത്ത, അതാണ് കർത്താവിന് സ്വീകാര്യമായ വത്സരം അഥവാ ജൂബിലി. അത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. 4. യേശുവിന്റെ പഠനങ്ങൾക്ക് കേൾവിക്കാരുടെ പ്രതികരണം. യേശു പറഞ്ഞത് കേട്ടപ്പോൾ ചിലർ യേശുവിനെ പ്രശംസിച്ചു, യേശുവിനെ അത്ഭുതപ്പെട്ടു. എന്നാൽ നല്ലൊരു ഭാഗം യേശുവിനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. ലൂക്ക 4:28 മുതൽ 30 വരെ. യേശു അവർക്കൊരു ഇടർച്ചക്കല്ലായി മാറി. ശിമയോനും അതാണല്ലോ യേശുവിനെ കുറിച്ച് പ്രവചിച്ചിരുന്നത്. യേശുവും ഇടനെഞ്ച് പൊട്ടി പറഞ്ഞു: സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. മർക്കോസ് 6:4. അടുത്തുള്ളവരെക്കാൾ അകലെയുള്ളവരാണ് പ്രവാചകനെ അറിയുക, ബഹുമാനിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, താമരക്കുളത്തിലെ താമരപ്പൂവിൻ്റെ തേൻ നുകരുന്നത് അടുത്ത് കിടക്കുന്ന തവളയല്ല, അകലെയുള്ള വനത്തിൽ നിന്ന് വരുന്ന വണ്ടാണ് എന്ന വസ്തുത നാം മറക്കാൻ പാടില്ല. ഉപസംഹാരം: സാമൂഹിക, രാഷ്ട്രീയ, മതപരമായ എല്ലാ അടിമത്തങ്ങളിൽ നിന്നുമുള്ള സമഗ്ര വികസനമാണ് വിമോചനം. അതിന് കരുണയുടെ, കരുതലിന്റെ സ്പർശനവും സാന്ത്വനവും ഉണ്ടായിരിക്കും. 2. ദൈവിക മനുഷ്യരെ മനസ്സിലാക്കാൻ ദൈവിക വെട്ടം വേണം. അഹന്തയും അഹങ്കാരവും ഉപേക്ഷിച്ച് എളിമപ്പെടണം. യേശുവിൻ്റെ അത്ഭുതങ്ങളെല്ലാം അത് സ്വീകരിച്ചവരുടെ അഥവാ അതിനുവേണ്ടി ആവശ്യപ്പെട്ടവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിശ്വാസമുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അതിന് ദൈവിക കണ്ണുകൾ വേണം എന്ന് മാത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ഫാദർ നിക്കോളാസ് ടി.